ഹീലിംഗ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് എനിക്കൊരിക്കലും ദേഷ്യം വരാൻ പാടില്ല, ദുഃഖം വരാൻ പാടില്ല, നെഗറ്റീവ് ഇമോഷൻസ് വരാൻ പാടില്ല, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. പക്ഷേ അതല്ല ഹീലിംഗ്. ഹീലിംഗ് ഡസൻറ്റ് മീൻ വി ഹാവ് ടു ഫീൽ ബെറ്റർ ഓൾ ദ ടൈം. ഇറ്റ് മീൻസ് ഗെറ്റിംഗ് ബെറ്റർ അറ്റ് ഫീലിംഗ്. നമുക്ക് ഫീൽ ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാവുക. ഉള്ള സർക്കംസ്റ്റൻസും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വർഷ, ട്രോമ ഇൻഫോംഡ് ലൈഫ് കോച്ചും ഹീലറുമാണ്. ജീവിതത്തിൽ ഒരേ ഇമോഷണൽ പാറ്റേൺസ് വീണ്ടും വീണ്ടും അനുഭവിക്കുന്നവർക്കും, പിന്നെ ഓവർ തിങ്കിങ്, ആൻസൈറ്റി, സ്ട്രെസ്സ്, റിലേഷൻഷിപ്പ് സ്ട്രഗിൾസ്, സെൽഫ് ഡൗട്ട്, പിന്നെ മണി ബ്ലോക്കേജസ്, ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് വന്നത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്ത് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് വളരെ സമാധാനവും കോൺഫിഡൻറ്റുമായിട്ട് ലൈഫ് ജീവിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ നെർവസ് സിസ്റ്റം? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സങ്കടം വരാതിരിക്കുന്നതല്ല ഹീലിംഗ്. ദേഷ്യമോ ആൻസൈറ്റിയോ സ്ട്രെസ്സോ വരാതിരിക്കുന്നതല്ല ഹീലിംഗ്. ഏത് ഇമോഷൻസ് വന്നാലും അത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി വളർത്തുക എന്നതാണ് ഹീലിങ്ങിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ പലരും സേഫ്റ്റി അന്വേഷിക്കുന്നത് പുറത്താണ്. നമ്മുടെ പാർട്ട്ണറിൽ, നമ്മുടെ പാരൻസിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബാങ്ക് ബാലൻസിൽ, സോഷ്യൽ മീഡിയ അപ്രിസിയേഷനിൽ, നമ്മുടെ റിലേഷൻഷിപ്സിൽ. ഇവയൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ കിട്ടൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ശരിക്കുമുള്ള സേഫ്റ്റി പുറത്തല്ല, അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണ്. വളരെ ഈസിയായിട്ട് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം എന്നത് നമ്മുടെ ബോഡിയുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം പോലെയാണ്. നിങ്ങൾ സേഫാണോ അല്ലെങ്കിൽ നിങ്ങൾ ഡേഞ്ചറാണോ എന്നത് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഡേഞ്ചറാണെന്ന് തോന്നിയാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. ആ സമയത്താണ് ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർ ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ ചിലർ വല്ലാണ്ട് അങ്ങ് ഫ്രീസായി പോവും, വളരെ മൈൻഡ് ബ്ലാങ്ക് ആയപ്പോലെ തോന്നും. ചിലർ പീപ്പിൾ പ്ലീസിങ്ങിലോട്ട് പോകും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കും. പക്ഷേ ഇതൊന്നും ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അല്ല, മറിച്ച് ഒരു സർവൈവൽ റെസ്പോൺസാണ്. ഇറ്റ് ഈസ് എ സർവൈവൽ പാറ്റേൺ. അതുകൊണ്ട് തന്നെ ഹീലിംഗ് ചോദിക്കേണ്ട ചോദ്യം ഈ പെയിൻ എങ്ങനെ ഇല്ലാതാക്കാം എന്നതല്ല, പകരം ഒരു പെയിൻ വന്നാലും ഇതിനെ താങ്ങി നിൽക്കാനുള്ള എൻ്റെ കപ്പാസിറ്റി എങ്ങനെ വളർത്താമെന്നാണ്. പലരും ഹീലിംഗ് എന്ന് കരുതിയിട്ട് അഫർമേഷൻസ് ചെയ്യാം, മാനിഫെസ്റ്റേഷൻ ചെയ്യും, പോസിറ്റീവ് തിങ്കിങ് ചെയ്യുക, മോട്ടിവേഷണൽ വീഡിയോസ് കാണുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഓരോ മൊഡാലിറ്റീസിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പെയിൻ വരുമ്പോൾ നിങ്ങളത് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളായിട്ട് ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതായത് എന്തെങ്കിലും ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ മുതിർന്നവർ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ആ പെയിനിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തുന്നതേ ഉള്ളൂ, അത് ഇല്ലാതാക്കുന്നില്ല, അതവിടെ തന്നെ ഉണ്ടാവും. ഞാനൊരു ട്രോമയിലൂടെ പോയ സമയത്ത് ഞാനൊരു ടാരോ റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെൻറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. അതായത് നമ്മൾ ഒരു വാർഡ്രോബ്, നമ്മുടെ ഒരു ഷെൽഫിൽ തുണി എല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളത്. അത് ഒന്ന് തുറന്നാൽ അപ്പോൾ എല്ലാം വന്ന് താഴെ വീഴും. പക്ഷെ നമുക്കത് ആ മെസ്സ് ഡീൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ മടക്കാതെ എല്ലാം ചുരുട്ടിക്കൂട്ടി തിരിച്ചെടുത്ത് വെച്ചു. അത് തിരിച്ചെടുത്ത് വെച്ചു, അത് അടച്ച് ഇപ്പോൾ കാണുമ്പോൾ അത് സോർട്ടഡ് ആയിട്ട് തോന്നും. പക്ഷേ അത് ഓരോ തവണ തുറക്കുമ്പോൾ വീണ്ടും അത് പൈലപ്പാവും, വീണ്ടും അത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ ഇമോഷൻസും ഓരോ പെയിനും. അത് അൺലെസ് യു ഡോണ്ട് ഡീൽ വിത്ത് ഇറ്റ്, അൺലെസ് യു ഡോണ്ട് ഫീൽ ദാറ്റ് പെയിൻ, അതിലൂടെ പോവാതെ എത്രമാത്രം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്താലും, എത്രമാത്രം നമ്മൾ വേറെ കാര്യങ്ങളിലൂടെ അത് മറക്കാൻ ശ്രമിച്ചാലും
ആ ഒരു പെയിൻ അതവിടെ തന്നെ ഉണ്ട്. സോ അത് ഫേസ് ചെയ്ത് അതിനെ റൂട്ട് കോസ് മനസ്സിലാക്കി മാറ്റി എടുത്താൽ മാത്രമേ ആ വാർഡ്രോബ് നമുക്ക് പിന്നീട് എടുത്ത് മടക്കി വൃത്തിയാക്കി തിരിച്ച് വയ്ക്കാനുള്ളൊരു സ്പേസ് കിട്ടുള്ളൂ. അതിന് ആണ് സേഫ്റ്റീൻ്റെ ആവശ്യം വരുന്നത്. റിയൽ ഹീലിംഗ് തുടങ്ങുന്നത് ഈ പെയിനിൻ്റെ, ഈ സങ്കടത്തിൻ്റെയും ഇമോഷൻസിൻ്റെയും റിയൽ കോസ്, അതിൻ്റെ റിയൽ റൂട്ട് കോസ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ട്രിഗർ ആവുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ബോഡി ഓരോ ചില സർക്കംസ്റ്റൻസിൽ പെട്ടെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്, ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെർവസ് സിസ്റ്റം സേഫ്റ്റി എന്നത് ഇനി ലൈഫിൽ പ്രോബ്ലംസേ ഉണ്ടാവില്ല എന്നല്ല. നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആയിരിക്കും. നമ്മുടെ പാസ്റ്റ് നമ്മളെ പല രീതിയിലും വേദനിപ്പിച്ചേക്കാം, അതിപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്തൊരു പെയിൻ വന്നാലും, എന്തൊരു പ്രോബ്ലം, ഒരു ചലഞ്ചസ് വന്നാലും അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക എന്നതാണ് നെർവസ് സിസ്റ്റം സേഫ്റ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. ഹീലിംഗ് എന്നത് നിങ്ങളെ ഫിക്സ് ചെയ്യാനുള്ളൊരു യാത്രയല്ല. കാരണം നിങ്ങൾ തകരാറിലായ ഒരാളല്ല. ജീവിതത്തിലെ ഓരോ എക്സ്പീരിയൻസും കാരണം നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. ഹീലിംഗ് എന്നത് അത് തിരിച്ചു പിടിക്കാനുള്ളൊരു ജേണിയാണ്. അതുകൊണ്ടാണ് നെർവസ് സിസ്റ്റം ഹീലിംഗ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നത്. നിങ്ങൾ പുതിയൊരാളാകുന്നതല്ല, പകരം നിങ്ങൾ ആരായിരുന്നോ അത് ശരിക്കുമുള്ള നിങ്ങളുടെ ഓത്തൻറ്റിക് സെൽഫിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെയുള്ള നമ്മുടെ ഉദ്ദേശം. സമാധാനത്തോടെ, കോൺഫിഡൻസോടെ, സ്ട്രഗിൾ ഇല്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം വീതം ചെറിയ ചെറിയ അവയർനെസ്സിലൂടെ ഹീലിംഗ് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.